السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اصبروا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വളരെ ബോധപൂർവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു റമദാനിന്റെ പൂർത്തീകരണത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇന്നത്തെ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ചയോടുകൂടെയാണ് ഈ ഒരു പരിശുദ്ധ മാസം ഇവിടെ സമാപനം കുറിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ റമദാൻ ആരംഭിച്ച സമയം മുതൽ അവസാനിക്കുന്നതുവരെ ചില ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ നോമ്പിന്റെ അത്താഴ സമയത്ത് ബോധപൂർവമായി ഒരു അസമയത്ത് എഴുന്നേറ്റൊരു ഭക്ഷണം കഴിച്ചതാണ് നമ്മുടെ ഈ നോമ്പിന്റെ സമാരംഭം. ഒരു പക്ഷേ എല്ലാവരും ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ആ ഇഷ്ടത്തെ മാറ്റിവെച്ചു എന്നതാണ് ഒരു നല്ല തുടക്കത്തിന്റെ കാരണം. ഒരുപക്ഷെ അസമയത്തുള്ളൊരു ഭക്ഷണം നമ്മുടെ വയറിനുണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമുക്കറിയാം. വയറിന്റെ പ്രശ്നമാണല്ലോ പലപ്പോഴും നമ്മളെ അലോസരപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രയാസം. എന്നിട്ടും നമ്മൾ അനിഷ്ടകരമായ ഒന്നിന് മുതിർന്നിരിക്കുകയാണ്. കയ്യിലൊരു ബോട്ടിലുമായി വെള്ളവുമായി ഓഫീസിലേക്കും അതേപോലെ തന്നെ യാത്രയിൽ തിരിക്കുന്ന നാം വെള്ളത്തെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ടാണ് വൈകുന്നേരമാക്കിയത്. എന്തെല്ലാം അനിഷ്ടകരമായ കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു മാസത്തെ നമ്മൾ ക്രമീകരിക്കുകയും മാറ്റുകയും ചെയ്തത്. സഹോദരങ്ങളെ, ഈ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടലാണ് യഥാർത്ഥത്തിൽ ഇന്നു സംഭവിക്കാൻ പോകുന്നത്. അത് സംഭവിക്കാതിരിക്കുക എന്നതും മാത്രമാണ് ഇന്നു നമ്മൾ തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
തനിക്കിഷ്ടകരമല്ലാത്ത കാര്യം, ഹബ്സുൻ നഫ്സ് അലാ മാ തക്റഹു മിൻ തർക്കിൽ മആസി, തെറ്റുകളായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിന് ചെറിയ ഒരു പ്രയാസം നമുക്കും അതിന്റെ ഒരു ആസ്വാദനം നഷ്ടപ്പെടും. മാത്രമല്ല, ചിലപ്പോൾ അതായിരിക്കണം നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് നമ്മളിൽ ഒരു മതിപ്പും നമ്മളെക്കുറിച്ചൊരു ഭംഗിയുമൊക്കെ അവർക്ക് തോന്നാനുള്ള കാരണം അതായിരിക്കും. അവരുടെ ഒരു അനിഷ്ടം നമ്മൾ നേടണം. ഒരുപക്ഷെ നമ്മൾ ഇനിയുള്ള റമദാനിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത പലതും ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കണമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ നോമ്പിന്റെ മുമ്പ് നിർത്തിവെച്ചൊരു ജീവിതം പുനരാരംഭിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതാണ് നമ്മുടെ പൂർവികന്മാർ ചെയ്ത ത്യാഗം. ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. എന്താ സുഹൃത്തുക്കളെ ആയത്തിൽ പറയുന്നത്? കൊല്ലപ്പെടട്ടെ, ആരും നശിച്ചു പോകട്ടെ എന്നാണ് പറയുന്നത്. ഒരു നാടിന്റെ രാജാവ്, അയാളാണ് ദൈവം, ഞാനാണ് ആരാധ്യൻ, എനിക്ക് പുറമെ ഈ പ്രപഞ്ചത്തിന് മറ്റൊരു നാഥനോ എന്ന് ഫറോവയെപ്പോലെ ചോദിച്ച ഒരു രാജാവാണ് അയാൾ. അയാൾ എന്താ ചെയ്തു തരങ്ങൾ? എവിടെയൊക്കെ ആൾ സഞ്ചാരമുള്ള വഴികളുണ്ടോ ആ വഴികളിലെല്ലാം അയാൾ കുഴികൾ കുത്തി. ആ കുഴികളിൽ അതിശക്തമായ തീ കൊണ്ട് ജ്വാലകൾ ഒരുക്കി. എന്നിട്ട് ചോദിക്കാണ്, രാജ്യത്തുള്ള ഓരോരുത്തരോടും ചോദിക്കും, അല്ല, എനിക്ക് പുറമെ ഒരു ദൈവമുണ്ടോ, എനിക്ക് പുറമെ ഒരു ആരാധ്യനുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ആ കിടങ്ങിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി പറയാം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് അവിശ്വസനീയമാണ്. കാരണം ആളുകൾക്കൊരു പ്രശ്നമല്ല, വിശ്വാസം, ഈമാൻ ശക്തമായാൽ മരണത്തിന്റെ അപ്പുറത്ത്, മരണമെന്ന ചെറിയൊരു മരക്കപ്പുറത്ത്, ഒരു കൺപോളക്കപ്പുറത്ത് സന്തോഷകരമായി നിൽക്കുന്ന ഒരു വിരുന്നാണ് സ്വർഗം. അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചവൻ അങ്ങനെ സുഖ സന്തോഷങ്ങളുടെ ഒരു സ്വർഗമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്താൻ ഏത് ദുഷ്കരമായ പാതകളും ഏത് ദുർഘടമായ പാതകളും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്നാണ് നമ്മുടെ പൂർവികരായ വിശ്വാസികൾ പറഞ്ഞത്. ആദ്യം രാജാവ് ചെയ്തത്, തന്റെ അടുത്ത കൂട്ടുകാരൻ അള്ളാഹുവിൽ വിശ്വസിച്ചപ്പോൾ വാള് കൊണ്ടുവന്ന് മൂർദാവിൽ തലയിൽ വെച്ച് പച്ചയായി ഈർന്നു പൊളിക്കും. അത് കാണുകൾ ആൾക്കാർ. എന്നിട്ട് പിന്തിരിഞ്ഞു സഹോദരങ്ങളെ, ഒരു രംഗം, ഹൃദയത്തെ അലിയിപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ ആ ഇമാം മുസ്ലിമിന്റെ സംഭവം ബാബു സബറിൽ റിയാദു സാഹിബ് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു കുഞ്ഞി പൈതലിനെയും എടുത്ത് ഉമ്മ വരികയാണ്. ഉമ്മക്കതിൽ ചാടണം, സത്യത്തിന് വേണ്ടി അവർക്ക് മരിക്കണം. പക്ഷേ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ എങ്ങനെ അത് ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. ആ കുഞ്ഞിനെ തീനാളങ്ങൾക്ക് നൽകാൻ മടിച്ചു നിന്നപ്പോൾ പണ്ട് ഇബ്നു ജുറൈജ് സംസാരിച്ച പോലെ, ഈസാ നബി അലൈഹി ഇസ്ലാം സംസാരിച്ചതുപോലെ ആ കുഞ്ഞു പറഞ്ഞു, ഉമ്മ അൻതി അലൽ ഹഖ്, സത്യത്തിലാണ് ഉമ്മ നിങ്ങൾ സംശയിക്കണ്ട. ഈ അഗ്നിജ്വാലകൾക്കപ്പുറത്ത് സ്വർഗമുണ്ടെന്ന നിങ്ങളുടെ വിശ്വാസമില്ലേ, അത് സത്യമാണ്. എന്നെയും കൊണ്ട് ചാടിക്കൊള്ളുക എന്ന്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. എന്നിട്ട് ആ തീയിൽ എരിഞ്ഞമരുത്തവരെ നോക്കി ആ രാജാവും അവന്റെ അനുയായികളും ആസ്വദിച്ചിരിക്കുന്ന രംഗം ഖുർആൻ പറയുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു. സുഹൃത്തുക്കളെ, അവിടെ എന്താണ് ഉദ്ദേശിച്ചത്? അനിഷ്ടകരമാണ്, ഇഷ്ടമില്ലാത്തത് ചെയ്യാം. തീയിലേക്ക് ചാടാൻ ഇഷ്ടമല്ലല്ലോ ചെയ്യാം. നമ്മൾ തീയിലേക്ക് ചാടേണ്ട സുഹൃത്തുക്കളെ, തലയിൽ വാള് വെച്ച് ഈർന്ന് പൊളിക്കപ്പെടണ്ട. ചുണ്ടിൽ നിന്ന് എടുത്തു മാറ്റിയ സിഗരറ്റ് ഇനി കത്തിക്കാതിരുന്നാൽ മതി, അത്ര മതി. പള്ളിയിലേക്ക് വരാൻ ശീലിച്ച ഒരു തീരുമാനമുണ്ടല്ലോ, വക്താകുമ്പോൾ റമദാനാണ്, പള്ളിയിൽ പോണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആ വിചാരം ഇനി മാറ്റാതിരുന്നാൽ മതി. വീട്ടിലെ അശ്ലീലങ്ങളിലുള്ള ടിവികളും കാഴ്ചകളും മൊബൈലിലെ സ്ക്രീനിലെ മൂവികളും ഇനി നോക്കാത്ത, റമദാൻ കഴിഞ്ഞല്ലോ ഇനി ഓണാക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സ്, അതാണ് സഹോദരങ്ങളെ ത്യാഗം. ആ മനസ്സിനെ സ്വർഗം കിട്ടുള്ളൂ. നരകത്തിന്റെ വഴിയിൽ നിന്ന് മനഃപൂർവ്വം സ്വർഗത്തിന്റെ വഴിയിലേക്ക് മാറണം. ആ മാറ്റി നടത്തത്തിന് റെഡിയാണോ എന്നാണ് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ ഞാനും നിങ്ങളും തീരുമാനിക്കേണ്ട കാര്യം. നമുക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, സ്വർഗവും നരകവും സൃഷ്ടിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിനെ അത് കാണാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചു. ചെന്നിട്ട് സ്വർഗം കണ്ട് തിരിച്ചു വന്ന് ജിബ്രീൽ പറഞ്ഞത് എന്താണ്? ഈ സ്വർഗമെങ്ങാനും നിന്റെ അടിമകൾ കണ്ടാൽ അവരിൽ ഒരാളൊഴിയാതെ എല്ലാവരും ഇവിടെ വരും. കാരണം ഈ സ്വർഗം കിട്ടാൻ അവരെന്തും ചെയ്യും. അത്ര മനോഹരവും അത്ര സുഖസമ്പൂർണവുമായിരുന്നു സ്വർഗം. നരകം നോക്കിയിട്ട് പറഞ്ഞു, ആ നരകം കണ്ടാൽ നിന്റെ ഒരടിമയും അതിൽ വരില്ലതാകാ. അതത്രമാത്രം ഭയാനകമാണ്. ഒന്നുകൂടെ പോയോ കമഴി പറഞ്ഞു. സുഹൃത്തുക്കളെ, വാക്കുമാറ്റി
ജിബ്രീൽ തിരിച്ചു പറഞ്ഞു. എന്തേ പോയൊക്കെ കണ്ടത്? സ്വർഗം അപ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ സ്വർഗത്തിൽ കാണുന്നത്? സ്വർഗം ഉജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, മനുഷ്യനിഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്താലേ അതുകൊണ്ടാണ് നരകം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തത് ചെയ്യണം. എന്താ ഇഷ്ടമല്ലാത്തത്? സുബൈക്ക് എഴുന്നേൽക്കുക ഇഷ്ടമല്ലാത്തത്, സക്കാത്ത് കൊടുക്കുക ഇഷ്ടമല്ലാത്തത്, വക്തിന് പള്ളിയിൽ പോകുക ഇഷ്ടമല്ലാത്തത്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ആസാറുകളും പാലിക്കുക ഇഷ്ടമല്ലാത്തത്, ഇസ്ലാമിന്റെ ഹിജാബ് അനുസരിച്ചുള്ള ഒരു മഫ്തഡ് ഇഷ്ടമല്ലാത്തത്, സുഹൃത്തുക്കളെ ഇഷ്ടമല്ലാത്തത് ചെയ്ത് പോകുമ്പോൾ സ്വർഗത്ത് കിടക്കുന്നതാണ്. അവിടെ ഒരാളും വരില്ല. വളരെ കുറച്ച് ആൾക്കാർ സ്വർഗത്തിന്റെ ഇഷ്ടമില്ലാത്ത ചെയ്യാൻ മനുഷ്യൻ റെഡിയല്ല സുഹൃത്തുക്കളെ. ഈ പള്ളിയിൽ നിന്ന് വലത്തെ കാല് വെച്ച് ഇറങ്ങി നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നോമ്പ് തുറന്നാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരുക്കമാണോ? ആ ചോദ്യത്തിന് അതേ എന്നാണ് ഉത്തരമെങ്കിൽ നരകത്തിന്റെ വഴിയിൽ നിന്നും സ്വർഗത്തിലേക്ക് മാറി നടക്കും ശവ്വാൽ ഒന്നോടുകൂടി. ഇത് നമുക്ക് പറ്റണം സുഹൃത്തുക്കളെ. സൂറത്ത് ആൽ ഇംറാനിൽ എത്രയോ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു ആ സൂറത്ത് അവസാനിക്കുന്ന 200-ാമത്തെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. പോയിട്ടൊന്ന് അർത്ഥം വായിച്ചോക്കെ സുഹൃത്തുക്കളെ. 4 കാര്യം കൊണ്ട് അള്ളാഹു മനുഷ്യനുള്ള സമ്പൂർണമായ ഉപദേശം കൊടുക്കണം. വിജയം, മനസ്സമാധാനത്തിന് ദുനിയാവിൽ ജീവിക്കാം, ഖബറിൽ സ്വൈരമായി കിടക്കാം, മരിക്കുന്ന സമയത്ത് മലക്കുകൾ ഏറ്റുവാങ്ങിക്കൊള്ളും. വിജയം, നിങ്ങൾക്ക് വിജയം കിട്ടുമെന്ന് അള്ളാഹു ഉറപ്പിച്ചിട്ട് 4 കാര്യം വരും. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസ്സാബിറു വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഒന്നാമത്തെ ക്ഷമയാണ്. എന്താ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഹബ്സുൻ നഫ്സ്, അത് 2 കാര്യം ക്ഷമ. ക്ഷമയില്ലാറ്റും രോഗം വന്നാൽ ക്ഷമിക്കണം, പട്ടിണി വന്നാൽ ക്ഷമിക്കണം, പ്രതികൂല ക്ഷമയുണ്ടോ? വ്യക്തി ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഇന്നെ സംബന്ധിച്ചുണ്ട്, എന്റെ കുടുംബത്തെ മാറ്റി നിർത്തി, എന്റെ സമൂഹത്തെ മാറ്റി നിർത്തി ഞാൻ എന്ന ഒരു വ്യക്തിയെ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്ക് ക്ഷമ ഉണ്ടായാൽ എന്റെ എല്ലാ പ്രശ്നവും അവസാനിച്ചു, എന്റെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. ക്ഷമ ഉണ്ടായാൽ യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമക്ക് മറ്റു 2 വശം എന്താണ്? ഒന്ന് പറഞ്ഞത് ഹബ്സുൻ നഫ്സ് അലാ മാ തക്റഹു മിൻ തർക്കിൽ മആസി, ഒരു തെറ്റ് ഒഴിവാക്കണം എന്നിങ്ങനെ തോന്നുമ്പോൾ അതിന് നിനക്ക് എന്ത് ചെയ്യുക? നിന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുക, മനസ്സിനെ സമ്മതിപ്പിക്കുക. അപ്പൊ നാളെ മുതൽ എന്താണ്? നമ്മുടെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ എന്തോ ഒരു മാറ്റം നമ്മളിൽ ഫീൽ ചെയ്യണം. ഒരു അനിഷ്ടകരമായ നോട്ടം നമ്മളെ പരിചയമുള്ളവർ നമുക്ക് നേരെ ഉണ്ടാവും. എന്തിപ്പോ പറ്റി? റമദാൻ കഴിഞ്ഞിട്ടായിരിക്കും എന്നൊരു അനിഷ്ടകരമായ നോട്ടം. എന്തിപ്പോ നിങ്ങൾ ഇങ്ങനെ ആവാൻ? ഇങ്ങനെയൊക്കെ വേണോ? 100 ചോദ്യങ്ങൾ നമ്മളെ എതിരേക്കാൻ നിൽക്കുന്നു. ആ ചോദ്യങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സ് തിന്മകളൊന്നും മാറുമ്പോൾ ഉണ്ടാവുമല്ലോ. രണ്ടാമത് പറഞ്ഞ എന്താ അറിയോ? ക്ഷമക്ക് പറഞ്ഞ കാര്യം എന്താ അറിയൂ? രണ്ടാമത്തെ കാര്യം മനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാൻ തീരുമാനിക്കും. അതായത് അമലുകൾ, പ്രവർത്തനങ്ങൾ, നന്മകൾ, കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. അതൊന്ന് ചെയ്യാൻ മനസ്സുകൊണ്ട് പാപ്പാനിമ്മനൊന്ന് ഒപ്പം നടന്ന് നോക്കണേ. കുറച്ച് പണിയാണ്. കുറച്ച് നമ്മുടെ ഭാര്യയ്ക്കും കുട്ടിക്കും കുറച്ച് അസൗകര്യങ്ങൾ വരും. എവിടെയും വെച്ച് കൊണ്ടുപോയിട്ട് വീട്ടുകളിൽ നിന്നാൽ വലിയൊരു സ്വസ്ഥതയേക്കാണ് സ്വാഗതം. അപ്പൊ അതൊന്ന് ചെയ്യാനുള്ളൊരു മനസ്സ്, അപ്പൊ ഒരു ചേഞ്ച്. അപ്പോ ഇതുവരെ എന്നെ തിരിഞ്ഞോക്കാത്തവനിപ്പോ എന്തേ പറ്റിയത്? ഇവൻപ്പോ ഇവിടെ തന്നെയാണല്ലോ, എന്റെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇത്ര കാലം അവനെ കാത്തിരുന്നിട്ട് ഈ വൈക്ക് വരാത്ത ആള് എന്തേ വന്നു? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വീടുകളിൽ ചെറിയ കച്ചവടത്തിന്റെ പ്രശ്നങ്ങളുണ്ടായി, ചെറിയ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായി. പക്ഷെ ഉമ്മാനെ നോക്കണം, വാപ്പാനെ നോക്കണം, അതൊക്കെയാണല്ലോ നമ്മുടെ നിയമം. അതെ, കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇനി അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനത്തെ ചില തീരുമാനമില്ലെങ്കിൽ സുഹൃത്തുക്കളെ ലഅല്ലക്കും തത്തക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നമുക്ക് സൂക്ഷ്മത ഉണ്ടാവുന്നതാണ് 30 ദിവസം കഴിഞ്ഞാൽ. എവിടെ ഉണ്ടായത്? മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു, നിങ്ങൾ ക്ഷമിക്കാം. വസ്സാബിറു, സ്വാബിറു എന്ന് പറഞ്ഞാൽ വായനല്ലേ. അപ്പൊ സ്വാബിറു എന്താ? സ്വാബിറു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാന്നല്ല ഇപ്പൊ പറഞ്ഞു. രണ്ടാമത്തെ ഉപദേശം സ്വാബിറു, ക്ഷമയിൽ നിങ്ങൾ മത്സരിക്കുക, മികവ് കാണിക്കുക. എന്താ ക്ഷമയിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മൾ ആരെ നേരിടുന്നുവോ അവനേക്കാളും ക്ഷമ നമുക്കുണ്ടാവുക, അവനേക്കാളും നമുക്ക് ക്ഷമ ഉണ്ടാവുക. വൃത്തികെട്ടൊരു വേഷവുമായി ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾക്ക് അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ക്ഷമ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ക്ഷമ. ആ വൃത്തികെട്ട രൂപത്തിൽ അവൾ വന്നാലും എന്റെ മനസ്സ് പതറില്ലെന്ന ക്ഷമ. പ്രതികൂല സാഹചര്യങ്ങളെ സഹിക്കാനുള്ള ക്ഷമ. പ്രതികൂല സാഹചര്യം അത് അസഹനീയമാണ്, പലർക്കും അത് സഹിക്കാൻ പറ്റുന്നത്, അവരൊക്കെ അതിൽ വീണുപോയി. പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുമ്പിൽ പലരും പതറി വീണു. അവർക്ക് ക്ഷമ കൈക്കൊള്ളാൻ പറ്റിയില്ല. അവരെ തോൽപ്പിക്കുന്ന ക്ഷമ. നമ്മുടെ സ്ഥാപനത്തിലെ 100 സ്റ്റാഫിനില്ലാത്ത ക്ഷമ നമുക്ക്, നമ്മുടെ അങ്ങാടിയിൽ ജീവിക്കുന്ന 1000 പേർക്കില്ലാത്ത ക്ഷമ നമുക്ക്. അപ്പൊ മാത്രമേ നമ്മൾ വ്യതിരിക്കുന്നാവുള്ളൂ.
വസ്സാബിറു, നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കുക. ക്ഷമിക്കുക, ക്ഷമയിൽ മികവ് കാണിക്കുക. നമുക്കതിന് പറ്റണം. സുഹൃത്തുക്കളെ, കാത്തിരിക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ. ആ സാഹചര്യങ്ങൾക്കു നേരെ അങ്ങനൊന്നും മുന്നിലില്ല എന്ന് വിചാരിച്ച് ജീവിക്കാനുള്ള ക്ഷമ നമുക്ക് വേണം. മറ്റൊന്ന് നമ്മൾ അറിയണം, നമുക്ക് ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ മടി കാണിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം സുഹൃത്തുക്കളെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയും നമ്മുടെ ദേഹേച്ഛയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്താൽ എന്തുണ്ടാകുക പരലോകത്ത് കൊണ്ടുപോകാൻ? ആയത്ത് കേട്ടോളി. അള്ളാഹു ഇറക്കിയ കാര്യങ്ങളിൽ അവർ വെറുക്ക് പഠിപ്പിച്ചു. അവർക്ക് ചില നിയമങ്ങളൊക്കെ പറയും, എന്തി പണച്ചു അങ്ങനെ പറഞ്ഞു, ഇതിപ്പോ എന്തിപ്പോ ഇങ്ങനെ കൽപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇപ്പൊ മുസ്ലിം ആകാൻ പറ്റുള്ളൂ. അള്ളാഹു ഇറക്കിയ ചില കാര്യങ്ങൾ അവർക്ക് വെറുപ്പായി തോന്നി. അവിടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പാഴാക്കി കളഞ്ഞു. അള്ള പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അനിഷ്ടകരമായി തോന്നിയപ്പോൾ അള്ളാഹു അവിടെ പ്രവർത്തനങ്ങളെ പാഴാക്കി. അള്ളാഹുവിന്റെ ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചു. അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലാത്ത കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തനങ്ങൾ വെറുതെയാക്കി കളഞ്ഞു. അള്ളാഹുവിന്റെ ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് തുടരാൻ എങ്ങനെ പറ്റും സഹോദരങ്ങളെ? വീണ്ടും ഖുർആൻ പറയുന്നു, ഇത്തഖദ ഇലാഹു ഹവാഹ് വഅളല്ലഹു അല്ലാഹു അലാ ഇൽമ്. അവനവന്റെ ദേഹേച്ഛകളെ അവന്റെ ദൈവമാക്കി. അവന്റെ നിയമങ്ങൾ അല്ല പറയണതല്ല, അവന്റെ നിയമം അവനുണ്ടാക്കിയതാണ്. അതാണ് അവൻ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അല ഇൽമിൻ, അറിവോട് കൂടെ തന്നെ അള്ളാഹു ഒരു വഴിപ്പിച്ചു. ഒക്കെ അറിയാം, പക്ഷെ എന്നാലും പഴച്ചേ ജീവിക്കുള്ളൂ. അങ്ങനെയാണ് അവൻ അല്ല വിളിച്ചത്. എല്ലാം അറിയാം, പക്ഷേ വഴിപിഴച്ചേ ജീവിക്കൂ. അറിയുന്ന നന്മകൾക്കെതിരെ പ്രവർത്തിക്കും. അങ്ങനെ ചില ആളുകളുണ്ടെന്നാണ് അള്ളാഹു. അള്ളാഹു ഹിദായത്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആര് ഹിദായത്ത് കൊടുക്കും? ഇതെപ്പോഴാ സംഭവിക്കുക സുഹൃത്തുക്കളെ? അറിഞ്ഞിട്ട് പിന്നെയും പ്രവർത്തിക്കാതെ അധികം മുന്നോട്ട് പോയാലും പിന്നെ അറിഞ്ഞാലും മാറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പറ്റണം. അതുകൊണ്ട് വെറുപ്പുള്ള കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങുക, അപ്പൊ സ്വർഗം കിട്ടും. അതാ ജിബ്രീൽ കണ്ടത്. മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്താൽ നരകത്തിൽ കടുപ്പും. നരകത്തിന് ചുറ്റുഭാഗത്തുമുള്ളത് ഷഹവാത്തുകളാണ്, ദേഹേച്ഛകളാണ്. അത് വെച്ച് അങ്ങോട്ട് പോകാനും പറ്റും. അപ്പൊ ഒന്ന് സ്പിറു, ക്ഷമിക്കുക. സാബിറു, ക്ഷമയിൽ മികവ് കാണിക്കും. നമ്മുടെ പരിസരത്തുള്ളവർക്കൊന്നും സാധിക്കാത്ത ക്ഷമ, നമ്മുടെ വീട്ടുകാർക്ക് പറ്റാത്ത, നമ്മുടെ കൂട്ടുകാർക്ക് പറ്റാത്ത ക്ഷമ നമ്മൾ സ്വീകരിക്കുക, അവരെ നിരാകരിക്കുക. മൂന്നാമത്തെ ഉപദേശം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസ്സാബിറു വറാബിതു. റാബിത്തു എന്ന് പറഞ്ഞാൽ റിബാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും തരും പ്രതിരോധ സജ്ജരാവുക. അതാണ് റിബാത്ത്, പ്രതിരോധ സജ്ജ. അതെപ്പോഴാണ് വേദിയ ശത്രു നല്ല സന്നാഹത്തോടുകൂടെ യുദ്ധത്തിന് വേണ്ടി വരുമ്പോൾ ആ ശത്രു എന്തെല്ലാം നമുക്ക് വരുത്തുമോ ആ ഓരോ ശത്രുവിന്റെ ഉന്നങ്ങളും മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ ജീവൻ കൊണ്ടും ആയുധം കൊണ്ടും തയ്യാറായി നിൽക്കുന്നതിനാണ് റിബാത്ത് എന്ന് പറയാം. അപ്പൊ ഇവിടെ കെട്ടിക്കാത്തു നിൽക്കുക എന്ന് പറയും മലയാളത്തിൽ. കെട്ടിക്കാത്തു നിൽക്കുക, അതാ റിബാത്ത്. സുഹൃത്തുക്കളെ, ഇതെന്തതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നന്മ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മ ഒരിക്കലും നഷ്ടപ്പെടാതെ മുദാവമത്തായി ജീവിതത്തിൽ അത് നിലനിർത്താൻ, അത് നിലനിർത്താൻ വേണ്ടിയുള്ള ക്ലേശം, അത് നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാലും അതുമ വിട്ടുവീഴ്ച, അതിന്റെ പിന്നിൽ പരാജയപ്പെടുന്ന പ്രശ്നമില്ല. അതിനാ റിബാത്ത് എന്ന് പറയാം. റിബാത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒലെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഒലെടുക്കുമ്പോൾ കുറച്ച് തണുപ്പോ കാര്യങ്ങളൊക്കെ കഠിനമാണെങ്കിൽ ഒലെടുക്കാതെ, പള്ളി കുറച്ച് ദൂരെയാണെങ്കിലോ ഇനിയിപ്പോ അത്ര നടന്നു പോണ്ടേ എന്ന് വിചാരിച്ച് പള്ളിക്കൊക്കെ പോകാതിരിക്കും. അതേപോലെ തന്നെ പള്ളിക്ക് അങ്ങനെ വന്നു നോക്കിയപ്പോൾ നിസ്കാരത്തിന് കുറച്ചുകൂടി നേരമുണ്ട്, ഇനിയിപ്പോ ഇവിടെ നിന്ന് അത്രയും സമയം പോകില്ലേ എന്ന് വിചാരിച്ച് ജമാഅത്തിന് നിൽക്കാതെ പോകും. ഇതൊക്കെ എന്താ? ഒന്ന് കെട്ടിക്കാത്ത് നിൽക്കാനുള്ള, മനസ്സിനെ ഒന്നിങ്ങനെ ഒരു നന്മക്ക് വേണ്ടി കുറച്ചേരം ഒന്നിങ്ങനെ തടഞ്ഞു വെക്കാനുള്ള കരുപ്പില്ല. നബിസാസ പറഞ്ഞു നോക്കൂ, നിങ്ങൾ അല ഉഖ്ബിറുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം, ബിമാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, തെറ്റുകൾ മുഴുവൻ അള്ളാഹു മായ്ച്ചു തരും. തെറ്റുകൾ മായ്ച്ചു തരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വയർഫഉ ബിഹിൽ ദറജാത്ത്, നിങ്ങളുടെ പദവികൾ സ്വർഗത്തിൽ ഉയർത്തി കിട്ടുന്നത് എന്താണ്? ഒന്ന് ഇസ്ബാഉൽ വുളൂഅ് അലൽ മകാരിഹ്, കുറച്ച് വിഷമകരമായ അവസ്ഥ ഉണ്ടെങ്കിലും ഉളു ശരിക്ക് ചെയ്യാം. ഉളു ശരിക്ക് ചെയ്യാം. ഉളു ചെയ്യുന്ന സമയത്ത് കുറച്ച് തണുപ്പുണ്ടെങ്കിലും മുഖം ശരിക്ക് കഴുകുക. അപ്പൊ എന്താ? നമ്മൾ ചെയ്തൊരു നന്മ ചെറിയൊരു പ്രതികൂലാവസ്ഥ വന്നതുകൊണ്ട് നമ്മൾ അതിൽ വീഴ്ച വരുത്തില്ല. വകസ്റത്തുൽ ഖുത്ത ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് കുറച്ചധികം നടക്കുക.
ആൾക്കാർ പള്ളിയിൽ പോകാതിരിക്കാൻ കാരണം അതുവരെ പോകണ്ടേ വിചാരിച്ചു, ഇപ്പൊ അതുവരെ പോകണ്ടേ എന്ന വിചാരം, അതുവരെ പോകാനുള്ള ഒരു മനസ്സ്. പിന്നെന്താ പറഞ്ഞത്? ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം വരെ പ്രതീക്ഷിച്ച് നിൽക്കാം. 3 വട്ടം പറഞ്ഞു. അതാണ് റിബാത്ത്, കെട്ടിക്കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു നന്മക്ക് വേണ്ടി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പലതും ശീലിച്ചു. നോമ്പ് ശീലിച്ചു. നോമ്പ് എത്ര ലളിതമാണ് സുഹൃത്തുക്കളെ, നമ്മൾ മറക്കും. ഇനി ഈ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് തോന്നും നോമ്പ് എന്തൊരു പണിയാണ്. നോമ്പ് ഒരു പ്രയാസമില്ല, എത്ര സിമ്പിളാ നോമ്പ്. വളരെ ചെറിയൊരു അത്താഴം, നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ചെറുത് കഴിച്ചാൽ പിന്നെ നമുക്ക് വിശക്കില്ല, ഒരു പ്രശ്നമല്ല. നമ്മുടെ ശരീരം എന്തിനും പാകപ്പെട്ട് കഴിഞ്ഞു. ഭക്ഷണം എന്നത് പ്രശ്നമല്ലാതായ ഒരു മാസം കൊണ്ട് ഭക്ഷണം എന്നതൊരു പ്രശ്നമല്ല. എത്ര വഴങ്ങി കിട്ടും നമ്മുടെ ശരീരം നമുക്ക്. ഇനി നമുക്കൊരു 6 നോമ്പിന് അവസരമുണ്ട്. 6 നോമ്പ് നോട്ട് ഒരു കൊല്ലത്ത് നോമ്പിന്റെ പ്രതിഫലം കിട്ടാൻ പോകുന്ന 6 നോമ്പ് നോട്ട്. പിന്നെ മാസത്തിൽ 3 എണ്ണം നോറ്റാൽ മതി. 3 എണ്ണം നോറ്റാൽ 30 നോമ്പിന്റെ പ്രതിഫലം കിട്ടും. 3 നോമ്പ് നോറ്റാൽ 30 നോമ്പിന്. ഒരു നോമ്പിന് 10 നോമ്പിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ 30 നോമ്പിന്റെ പ്രതിഫലം കിട്ടും 3 എണ്ണം. അതാ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ ഒന്ന് നോൽക്ക, 13, 14, 15. അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ തിങ്കൾ വ്യാഴം ദിവസങ്ങൾ ഒന്ന് നോക്കുക. ഇതൊന്നും ഇങ്ങനെ പല ഗുണങ്ങളുണ്ട്. ഭൗതികമായ ഗുണങ്ങൾ പറഞ്ഞ് പ്രേരിപ്പിക്കല്ല. നരകത്തുനിന്ന് വാരകൾക്കപ്പുറത്തേക്ക് മാറും ഒരു നോമ്പ് കൊണ്ട്. 2 നേരത്തെ ഭക്ഷണം മാറുമ്പോഴേക്കും നരകത്തിന്റെ തീജ്വാലകളിൽ നിന്നും ആ മനുഷ്യൻ അതിവിദൂരങ്ങളിലേക്ക് മാറുന്നു. നല്ല ഗുണങ്ങളുടെ സുഹൃത്തുക്കൾ. എത്രയോ പ്രായമായിട്ടും ഇന്നും പ്രായത്തിന്റെ ഒരസുഖങ്ങളും വരാത്ത ഒരാളെ ഞാൻ പരിചയപ്പെട്ടു യാത്ര ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ തിങ്കളാഴ്ചയും ഒരു നോമ്പ്. ആ ഒരു നോമ്പ് കൊണ്ട് അയാളുടെ ഷുഗറും അയാളുടെ പ്രഷറും ഒക്കെ അയാൾക്ക് കൺട്രോൾ. ഭക്ഷണക്രമങ്ങളുടെ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്ത് കാണിക്കും, നമ്മുടെ വിഷമയമാക്കി നമ്മുടെ ജീവിതം. ഭക്ഷണം കുറക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. നമ്മുടെ ആവശ്യമുള്ളത് കഴിക്കാം, അതിലൊരു നിയന്ത്രണം. നോമ്പ് ശീലമാക്കുക. അതാണ് നമ്മൾ ശീലിച്ചു വന്ന 30 ദിവസം നോമ്പ് വെച്ചിട്ടും ഒരു നോമ്പ് അടുത്ത റമദാന് മുമ്പ് നോൽക്കാൻ കഴിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ ദാലിക്കും ഒരു റിബാത്ത്. നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നിടത്ത് നമ്മൾ വിജയിച്ചു എന്ന് ആലോചിക്കുക. പള്ളി, ജമാഅത്ത് നമസ്കാരം സുഹൃത്തുക്കളെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് വെറുതെ ആലോചിക്കണമെങ്കിൽ എത്രയാ മനുഷ്യന്മാര് സമ്പാദിച്ച് മുഴുവൻ ടെൻഷൻ അടിച്ച് 5-6 സ്ഥലത്ത് വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ, വാഹനങ്ങൾ, എപ്പോ നോക്കിയാലും കിടന്നുറങ്ങാൻ പോലും സ്വയമില്ലാതെ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് സുഹൃത്തുക്കളെ? നോക്കൂ നിങ്ങൾ, ലോകത്തെ ഒരു കോടീശ്വരനെ നമ്മൾ കണ്ടു. അയാൾ മരണപ്പെട്ടത് ഒരു വൃദ്ധസദനത്തിൽ. അത് ഫോട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ, അത്രയും സ്വത്തിന്റെ ഉടമസ്ഥന് എന്താ മനുഷ്യന്റെ അവസ്ഥ? ഒന്നും കൊണ്ടാൻ പറ്റില്ല. അപ്പൊ സുഹൃത്തുക്കൾ, ഈ ഓട്ടത്തിന്റെ ഇടയിൽ 5 നേരത്തെ നിസ്കാരം പള്ളി കയറാൻ 5 മിനിറ്റ് എടുത്താൽ അത് കൊണ്ടേ കൂടി നമുക്ക് ആ സമയം കൂടി നമ്മൾ സമ്പാദിച്ചിട്ട് ആർക്കത് കിട്ടുക? നമുക്ക് എന്തായാലും അനുഭവിക്കാൻ പറ്റും? ഒന്ന് പിന്നെ ഈ യുവത്വത്തിന്റെ നല്ല സമയത്തൊക്കെ ഓട്ടാണ്. യുവത്വം കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയമാകുമ്പോൾ നമുക്കൊന്നും തിന്നാനും പറ്റൂല, ഒന്നും അനുഭവിക്കാനും പറ്റൂല. ഈ ജീവിതം കൊണ്ട് എന്ത് ലാഭം ഉണ്ടാവും? അപ്പൊ ഈ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട നിർബന്ധ സമയമൊന്നും എടുത്തിട്ട് ബിസിനസ് ചെയ്ത്, കച്ചവടം ചെയ്ത്, കൺസൾട്ടിങ് നടത്തിയിട്ടൊന്നും നേടാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഈ ജമാഅത്ത് നിസ്കാരം ഇപ്പൊ ശീലമായി, നോമ്പ് നമുക്ക് ശീലമായി, അതേപോലെ തന്നെ ഇസ്ലാമികമായ ഒരു മനസ്സ് നമുക്ക് ശീലമായി. കുറച്ച് ദീനി സ്പീച്ചൊക്കെ ഇനി ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വാട്സപ്പ് എന്നെങ്കിലും ഒരു 5 മിനിറ്റ് പ്രഭാഷണം കേൾക്കുക എന്നുള്ളതൊക്കെ നമ്മളിപ്പോ ഭാഗമായി, ജീവിത ഭാഗമായി. നമുക്കറിയാം എല്ലാ സമയത്തും ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ, വ്യാഴാഴ്ച ലേണിംഗ് ക്ലാസ്, അതേപോലെ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വരാനും പഠിക്കാനും ഒക്കെ പറ്റുമ്പോൾ നമ്മൾ ആ മനസ്സ് നിലനിർത്തുക. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ കാണുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ, അതായത് ഇനിയിപ്പോ നമ്മൾ ജീവിതത്തിൽ നിന്നൊരു തിന്മ മാറ്റാനോ ഒരു നന്മ കൂട്ടിച്ചേർക്കാനോ ഒന്നും വിചാരിക്കുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ദീനിന്റെ ഒരു അനുഭവം ഉണ്ട്. ദീന് കൊണ്ട് കിട്ടുന്ന ഒരു മനസ്സിന്റെ സുഖം അത് അത്തരക്കാർക്ക് കിട്ടൂല എന്ന് റസൂൽ തീർത്ത് പറഞ്ഞിട്ടു. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം കൊണ്ടേ ഈമാനിന്റെ മാധുര്യം കിട്ടുള്ളൂ. ഏതാ 3 കാര്യം? ആ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണ്ടേ. മൻ കാന അല്ലാഹു വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹു. ജീവിതത്തിൽ മനുഷ്യന് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഇഷ്ടത്തെക്കാളും എനിക്കിഷ്ടം അല്ലാഹു റസൂലാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രവർത്തനം അത് ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു മാധുര്യം കിട്ടുന്ന, അതായത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടം അതാണ്, പക്ഷേ നമുക്കിഷ്ടം അതല്ല. അപ്പൊ ഒരു ഇഷ്ടത്തെ അള്ളാഹുവിനും റസൂലിനും വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ മനുഷ്യനൊരു ആസ്വാദനം കിട്ടുന്നവൻ. അപ്പൊ നമ്മുടെ ചില ഇഷ്ടങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാം. രണ്ടാമത് പറഞ്ഞത് എന്താ സഹോദരങ്ങളെ? സുഹൃത്തുക്കളെ, നമുക്ക് കുറെ കണക്ഷനുകളില്ലേ കച്ചവട രംഗത്തൊക്കെ? എന്താ കച്ചവടം നമ്മളൊരു സീരിയസ് ആയിട്ട് കാണുന്നു, അതുകൊണ്ട് കച്ചവട രംഗത്ത് നമുക്ക് കുറെ ബന്ധങ്ങളുണ്ട്. കുടുംബം നമ്മളൊരു മഹത്വമായി കാണുന്നു, അതുകൊണ്ട് കുറെ കോണ്ടാക്ട് നമ്മുടെ ഫോണിലുണ്ട്. എന്നാൽ ദീനിനെ നമ്മൾ മഹത്വമായി കാണുകയാണെങ്കിൽ ദീനീ രംഗത്ത് നമുക്ക് സ്നേഹബന്ധങ്ങൾ വേണം.
നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ബന്ധപ്പെടുമ്പോൾ അവിടെ നമുക്ക് ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള സുഹൃത്തുക്കൾ വേണം. ഒപ്പം ഇങ്ങനെ ഉണ്ട്, ദീന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുമായിട്ട് നമുക്കൊരു ബന്ധം, ദീനിന്റെ മാർഗദർശനം നൽകുന്ന ആളുകളുമായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്ന് കൺസൾട്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ദീനിന്റെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ദീനീ പ്രവർത്തകന്മാരുമായി നമ്മളൊരു ബന്ധമുണ്ടാക്കുക. എന്നിട്ട് അവിടുത്തെ ദീനീ കാര്യങ്ങളിൽ നമ്മളും ചെറിയ ഭാഗവാക്കാകുക. നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യനെ അവൻ സ്നേഹിക്കുന്നു എന്തിനു വേണ്ടി മാത്രം? അള്ളാഹ്ക്കു വേണ്ടി മാത്രം. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ദീനിന്റെ ആസ്വാദനം കിട്ടും. ദുനിയാവിന്റെ കാര്യങ്ങൾക്കപ്പുറം ദീനിലും ഒരു മഹത്വവും ഒരു പ്രാധാന്യവും കൊടുത്ത് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദീനിന്റെ ഒരു മാധുര്യം കിട്ടും. മൂന്നാമത് പറഞ്ഞ കാര്യങ്ങൾ ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. അതായത് അള്ള വിരോധിച്ച ദീനിൽ നിന്ന് പുറത്തു പോകണ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിലൊരു ചെറിയ അലസത വരിക, എന്തെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് പോണ മാതിരി ഒരു ബേജാറ് മനസ്സിക്കട് വീഴും. ദീനിന് വിരുദ്ധമായ കാര്യം പ്രവർത്തിക്കുമ്പോൾ മനസ്സിനൊരു പേടി, നരകത്തേക്ക് വീഴാൻ പോണ മാതിരി ഒരു പേടി മനസ്സൊക്കെ ഉണ്ടാവുക. ഇങ്ങനത്തെ ആളുകൾക്ക് ദീനിന്റെ ഒരു ആസ്വാദനം കിട്ടുമെന്നാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു ഭയം മനസ്സിലുണ്ടാവുന്നില്ലേ സുഹൃത്തുക്കളെ? അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ചില ഇഷ്ടങ്ങൾ ത്യജിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ സജ്ജമാക്കുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഈമാനിന്റെ ഒരു മാധുര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നാണ്. നാലാമത്തെ ഉപദേശം വത്തഖുല്ലാ, അള്ളാഹനെ സൂക്ഷിക്കും. അള്ള കൽപ്പിച്ചത് സ്വീകരിക്കും, അള്ള വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യും. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹനെ സൂക്ഷിക്കാനാണ് പറയുന്നത്. എന്തൊരു ആശയസമ്പൂർണമായ ആയത്ത്! ഖുർആനിലെ ഒരായത്ത് മതി സുഹൃത്തുക്കളെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, വസ്സാബിറു, നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കണം. മറ്റാർക്കും പറ്റാത്ത ക്ഷമ നിങ്ങൾക്കുണ്ടാവണം. വറാബിതു, നിങ്ങൾ ചെയ്യുന്ന നന്മകളിൽ ഏത് പ്രതികൂലതകളിലും ആ നന്മകളെ പിടിച്ചു നിർത്തി നിങ്ങൾ പോകണം. കുടുംബം ബഹിഷ്കരിച്ചാലും നാട് ബഹിഷ്കരിച്ചാലും ആളുകൾ പരിഹസിച്ചാലും സാമ്പത്തിക രംഗത്ത് കുറവ് വന്നാലും ഞാൻ സ്വീകരിച്ച നന്മ എന്റെ മരണത്തോളം ഞാൻ എത്തിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കണം. വത്തഖുള്ള, അള്ളാഹനെ സൂക്ഷിച്ചോളിയും, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. സുഹൃത്തുക്കളെ, വിജയമുണ്ടാകും, രക്ഷയുണ്ടാകും, സമാധാനവും സൗഭാഗ്യവും ഉണ്ടാകും. ദീന് കൊണ്ടേ അത് കിട്ടുള്ളൂ. അതുകൊണ്ട് നരകത്തിന്റെ വഴിയിൽ നിന്നും സ്വർഗത്തിന്റെ വഴിയിലേക്കുള്ളൊരു മാറ്റം, ഈ റമദാനിന്റെ ചൈതന്യം അടുത്ത റമദാൻ വരെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മനസ്സും ഒരു പ്രാർത്ഥനയും നമുക്കുണ്ടാവണം. അങ്ങനെ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്ത് നാളെ വിജയത്തിന്റെ സ്വർഗത്തിലെത്തിക്കുകയും നരകത്തിന്റെ ഭയാനകതകളിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 3 ആഘോഷങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് എന്നാണ് പൊതുവെ ഫുഖഹാക്കൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഒന്ന് വെള്ളിയാഴ്ചയാണ്. നല്ലോണം കുളിച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ച് ആ വെള്ളിയാഴ്ചയുടെ ഒരു മഹത്വം പരിഗണിച്ച് പള്ളിയിൽ വരികയും ജുമയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ ഒരു ഈദിന്റെ, ഒരു പെരുന്നാളിന്റെ, ഒരു ആഘോഷത്തിന്റെ സന്തോഷം കിട്ടുമെന്നാണ് പറയുന്നത്. മറ്റ് 2 ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അൽഹയും, വലിയ പെരുന്നാളും. അതേപോലെ തന്നെ ഈ നോമ്പ് അവസാനിപ്പിക്കുന്ന സമയത്തുള്ള ഈദുൽ ഫിത്തർ 2 പെരുന്നാളുകളാണ്. ഫസ്വല്ലി റബ്ബിക വൻഹർ എന്നതും ഖദ് അഫ്ലഹ മൻ തസക്ക എന്നുള്ള സൂറത്തുൽ അഅലയിലെ ആയത്തുമൊക്കെ പെരുന്നാളിന്റെ നമസ്കാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചില മര്യാദകൾ നമ്മൾ പാലിക്കുക. എന്താ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ദിവസം ആഘോഷമെന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതോടുകൂടെ എല്ലാം നമുക്കിങ്ങനെ കേൾക്കാം. അന്യ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആക്സിഡന്റായി മരിച്ചതും നല്ല ചെറുപ്പക്കാർ ഫേക്ക് ആക്സിഡന്റും കാർ ആക്സിഡന്റും മരിച്ച വാർത്തകളൊക്കെ കേൾക്കല് റമദാന്റെ പിറ്റേന്നത്തെ പത്രത്തിലാണ്. അത് ആഘോഷിക്കലാണ്. എല്ലാ നേരം വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ നമ്മളൊരു നിയന്ത്രണം നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുട്ടികളുടെ ഒന്ന് പറഞ്ഞു വെക്കുക. ഇപ്പോഴത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഒരു ആഘോഷ ദിവസം ഒരാളെങ്കിലും ലഹരിക്ക് അടിമയാകുന്നു. ഈ പയ്യന്മാരൊക്കെ കുട്ടികളൊക്കെ എത്ര ശക്തമായിട്ടാണ് ഇതൊക്കെ വിതരണം ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ല നിയന്ത്രണങ്ങളും നല്ല ബന്ധവും നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഈ റമദാനിന്റെ മര്യാദകളായി പറയപ്പെട്ട, ഈദിന്റെ മര്യാദ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, സ്ത്രീകളെ ഈദ് നമസ്കാരത്തിന് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക കൽപ്പനയാണ്. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ വളരെ കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെയൊക്കെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദീനുമായ ഒരു ബന്ധമില്ലാതെയാണ് അവർ ജീവിക്കണം.
അപ്പോൾ പള്ളിയുമായി അവരെ ബന്ധപ്പെടുത്താനുള്ള, മുസല്ലയുമായി അവരെ ബന്ധപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സമയമാണ്. നമുക്ക് മഴയായതുകൊണ്ട് ഈദ് മുസല്ലയിലാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് ശരിക്കും. കാരണം കാനൻ നബിയു യഖ്റുജു ഫിൽ ഫിത്രി വൽ അദ്ഹാഇ ലിൽ മുസല്ല, മുസല്ലയിലേക്കാണ് പോയിരുന്നത്. മഴയുടെ സാഹചര്യം പരിഗണിച്ചിട്ടാണ് നമ്മൾ പള്ളിയിലാക്കിയിട്ടുള്ളത്. കാരണം ഈ ജൂൺ ജൂലൈ മാസങ്ങൾ ശക്തമായ മഴയാണ്. നമ്മൾ എന്ത് ഒരുക്കങ്ങൾ നടത്തിയാലും ഒരു പൊതുസ്ഥലത്ത് നടത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ സംഗതിയാണ്. ഏതായിരുന്നാലും നമ്മൾ കൊണ്ടുവരണം. അപ്പൊ അവർക്ക് ഈ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ അവർക്കൊരു സൗകര്യമാവും. ഇനി പള്ളിയിൽ വരാൻ പറ്റാത്തവരാണെങ്കിലും പള്ളിയുടെ പുറത്തു നിന്നിട്ട് അവർക്കത് ഖുതുബകൾ കേൾക്കാനും ഈ നന്മകളെ ഒന്ന് നിരീക്ഷിക്കാനുമുള്ള ഒരു സന്ദർഭം അവർക്ക് കിട്ടും. അത് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മൾ ഈ തക്ബീർ ആരംഭിക്കേണ്ടത്, ഈദുൽ ഫിത്തറിന്റെ തക്ബീർ ആരംഭിക്കേണ്ടത്, ഈ പെരുന്നാൾക്ക് തക്ബീർ തുടങ്ങേണ്ടത് പിന്നെ ഇന്ന് സൂര്യൻ അസ്തമിച്ച് കഴിയുന്നതോടുകൂടെ, നോമ്പ് അവസാനിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈദ്ഗാഹിൽ ഇമാമ് എത്തുന്നതുവരെ, നമസ്കാരം ആരംഭിക്കുന്നതുവരെ തക്ബീറുകൾ ചൊല്ലിക്കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് നമ്മൾ ഒരാൾ ചൊല്ലി കൊടുത്ത് വേറൊരാൾ ചൊല്ലല്ല വേണ്ടത്, നമ്മൾ ഒന്നിച്ച് കൂട്ടമായി ചെല്ലുന്ന രൂപമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ബലിപെരുന്നാളിനാണെങ്കിൽ പിന്നെ നമുക്ക് തലേന്ന് തുടങ്ങും, അറഫയുടെ അന്ന് രാവിലെ മുതൽ ആരംഭിക്കാമെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളുണ്ട്, ശേഷമുള്ള 3 ദിവസങ്ങൾ അതിലും കൂടെ തക്ബീർ തുടരാൻ പറ്റും. പക്ഷേ ഈദുൽ ഫിത്തറിന് ഇത്രയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ പുരുഷന്മാർ പുറപ്പെടുമ്പോഴും സ്ത്രീകളൊക്കെ നല്ല വസ്ത്രങ്ങൾ, സ്ത്രീകളാകുമ്പോൾ ഒരു പൊതുസ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള നിലക്ക് സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന രൂപങ്ങളോ അതേപോലെ തന്നെ സുഗന്ധങ്ങളോ ഒന്നും ഉപയോഗിക്കാതെയാണ് അവർ വേണ്ടത്. പുരുഷന്മാർ നന്നായി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, വിശ്വാസം അതിനുവേണ്ടി പ്രത്യേക വസ്ത്രം തന്നെ ധരിച്ചിരുന്നു. അതേപോലെ തന്നെ നല്ല വൃത്തിയോടുകൂടെ സുഗന്ധങ്ങളോടുകൂടെ തന്നെയാണ് അവർ പുറപ്പെടേണ്ടത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഈദിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈദ് നമസ്കാരമല്ലാതെ മറ്റു നമസ്കാരങ്ങൾ ഇല്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. നേരത്തെ ആക്കാനാണ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ പിന്നെ നമ്മൾ ഈദ് ഫിത്തർ, അത് ഈ പെരുന്നാൾക്ക് നമ്മൾ പോണ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഭക്ഷിച്ചു കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. എന്നാൽ ഈദുൽ അദ്ഹയാണെങ്കിൽ ഒന്നും ഭക്ഷിക്കാതെ പോവുകയും വലിയ അർത്ഥ മാംസത്തിൽ നിന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചിരുന്നു. ലാ യഖ്റുജു യൗമൽ ഫിത്ർ ഹത്താ യുഫ്തിർ. അതേപോലെ തന്നെ വലാ യത്അം യൗമൻ നഹരി ഹത്താ യുസല്ലി. നബി യൗമുൻ നഹറിന്റെ അന്ന് ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ആ അർത്ഥ മാംസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കഴിച്ചത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴൊക്കെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് തന്നെ പോകാൻ പറ്റും എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ നമ്മൾ കഴിയുന്നതും നമ്മുടെ ആളുകളും പിന്നെ പരിസരത്തുള്ള ആളുകളും നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കൂടുന്ന സ്ഥലത്ത് തന്നെ പറ്റുമെങ്കിൽ അവിടെ തന്നെ കൂടാണ് നമുക്ക് നല്ലത്. ആ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതൊരു വഴിക്കും തിരിച്ചുവിടുന്ന മറ്റൊരു വഴിക്കും ആകുന്നത് നല്ലതാണ്. നടന്നു പോകാൻ കഴിയുന്ന ആളുകൾ നടന്നു പോകലാണ് സുന്നത്ത്. നടന്നു പോകാൻ പറ്റുന്ന ആളുകൾക്ക് അടുത്തൊക്കെ ആണെങ്കിൽ നടന്നു പോകുന്നത് നല്ലതാണ്. 2 വഴികളിലൂടെ നടന്നു പോകുക എന്നതാണ്. പക്ഷേ ബുദ്ധിമുട്ടി ദീർഘദൂരങ്ങളാണെങ്കിൽ പ്രയാസപ്പെട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലാതാണ് മനസ്സിലാകുന്നത്. നമസ്കാരത്തിന്റെ രൂപം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അപ്പോൾ ഈ സുന്നത്തുകളൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ്. ഫിത്ർ സക്കാത്തിന്റെ കാര്യം ആരും മറന്നു പോകരുത്. അള്ളാഹുവിന്റെ റസൂൽ നിർബന്ധമാക്കിയ കാര്യമാണ്. ഇനി നമുക്ക് പള്ളി മുഖേന കൊടുക്കാൻ പറ്റൂല, അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്യുക, ഏകദേശം 2.5 കിലോ തൂക്കം വരുന്നത് ഒരു വ്യക്തിക്ക് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതേപോലെ തന്നെ നോമ്പിന്റെ ഫിദിയ, പിന്നെ നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയാത്ത രോഗികളോ ആളുകളോ ഉണ്ടെങ്കിൽ അവിടെ ഫിദിയയും നമ്മൾ വളരെ ഗൗരവപൂർവ്വം തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമികമായ വിധികൾ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ദീനിന്റെ ഒരു മനസ്സിലും ദീനിന്റെ ഒരു അറിവിലും നമ്മുടെ ജീവിതം മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അങ്ങനെ അനന്തമായ മരണമില്ലാത്ത ജീവിതത്തിൽ സൗഭാഗ്യവും സുഖവും സ്വർഗവും അനുഭവിക്കുന്ന സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഈ ഒരു മാസത്തെ സമ്പൂർണമായ റമദാനിന്റെ നന്മകളെ, പുണ്യങ്ങളെ, പൂർണ്ണമായ പ്രതിഫലങ്ങളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം രക്ഷിതാവേ. നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ മഹാസൗഭാഗ്യവാന്മാരോടൊപ്പം ഞങ്ങളെയും ചേർക്കണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാൺപുണ്യം പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങളെ പുറത്തു കൊടുക്കണമേ രക്ഷിതാവേ. ഞങ്ങളത് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കണമേ. അവരുടെ പാപങ്ങൾ പുറത്തവിടെ പരലോകത്ത് അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അല്ലാഹുമ്മ